6 ഫസ്റ്റ് എവിക്ഷൻ എത്തുകയാണ് മച്ചന്മാരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞിട്ടുള്ള എവിക്ഷനാണ് എവിക്ഷൻ എന്ന് പറയുന്നത്. കാരണം അപ്പോഴേക്കൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ജെല്ലായിട്ട് വരുള്ളൂ. പക്ഷെ ഗെയിമിൻ്റെതായ എത്തിക്സും കാര്യങ്ങളും ഉള്ളൂ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് ഔട്ടാവാൻ പോകുന്ന ആള് നിർഭാഗ്യവാനാന്ന് ഞാൻ പറയുള്ളൂ ഒരർത്ഥത്തില്. വേറൊരർത്ഥത്തിൽ യെസ്, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും, ലോകത്തിലെല്ലാവരും ഒന്ന് കാല് വെക്കാൻ കൊതിച്ചിരുന്നെങ്കിൽ വെറുത്ത് പോയി സീസൺ കാണാൻ കൊള്ളില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് ഇത് കാണുന്നത്, വെറുപ്പാണ് കാണില്ല എന്ന് പറയുന്നത് തന്നെയാണ് സീസൺസ് കാണുന്നതും അടി പൊട്ടുന്നതും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും എല്ലാം ഇവർ തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോൾ ഔട്ട് ആവാൻ പോകുന്നത് ആരായിരിക്കും? ഒരു പക്ഷേ ലൈക്ക് നന്നായിട്ട് കയറി വരാൻ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉള്ള ഒരു പീരീഡ് ആണ് ഇപ്പോൾ. കാരണം ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, 21 ഡേയ്സ് കഴിയുമ്പോഴേക്ക് ആൾക്കാരൊന്ന് ഓണായി വരത്തുള്ളൂ. അപ്പോഴേക്കാണ് ഇവരുടെ റിയൽ സ്ട്രാറ്റജിയും ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരാം. അപ്പൊ ഇന്നിപ്പോ ജാസ്മിൻ ഉണ്ട്, സിജോ ഉണ്ട്, രതീഷ് ഉണ്ട്, ജിൻഡോ ഉണ്ട്, ഗബ്രി ഉണ്ട്, പിന്നെ ആരാണുള്ളത്? കാരണം എനിക്ക് ഇത്രയും പേരുകൾ വരാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ പറ്റി പറയാനായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഋഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ഈ കണ്ടസ്റ്റൻസ് നോറ കയറി വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിലോട്ട് നിങ്ങൾ ഇടം പിടിക്കുന്നത്, കണ്ടസ്റ്റൻസ് ഇടം പിടിക്കുന്നത് വോയിസ് റേസ് ചെയ്ത് അവിടെ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ സൈൻ ചെയ്യുമ്പോഴാണ്, ആ സിഗ്നേച്ചർ അവിടെ വെക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഇത്ര ആൾക്കാരുടെ പേരാണ് വന്നത്. ബാക്കിയുള്ള ആൾക്കാർ വരാനായിട്ട് അവരിപ്പോഴും സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം ആവട്ടെ അല്ലെങ്കിൽ 10 ദിവസം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പം എടുക്കാം. കാരണം ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും പുറത്തായി. കാരണം ആളുകളുടെ കയ്യിലാണ് ഇതിന് റിമോട്ട് ഇരിക്കുന്നത്. ക്രിയേറ്റേഴ്സ് അകത്തിരുന്ന് ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും പൾസിരിക്കുന്നത്. സോ മറ്റ് കണ്ടസ്റ്റൻസിന്റെ പേര് വരാത്തതും അതുകൊണ്ടാണ്. എനിക്ക് ഇത്ര ആൾക്കാരുടെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന ചേച്ചി ആണെങ്കിൽ പോലും എനിക്ക് പലയിടത്തും വോയിസ് റേസ് ചെയ്യുന്ന കുറവായിട്ടാണ് തോന്നിയത്. ആൻഡ് അർജുൻ ആണെങ്കിലും അർജുൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. കാരണം ആ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു സംഭവം കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് ഫസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് കുറച്ചും കൂടി അർജുന് നൈസായിട്ട് അദ്ദേഹം എന്താണെന്നുള്ളത് നല്ലൊരു അടിപൊളി സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ സുരേഷ് ചേട്ടനായിരിക്കും ഔട്ട് ആവുക, അതോ സൈലന്റ് ആയിട്ടിരിക്കുന്ന സേഫ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ കോമണേഴ്സ് ആയിരിക്കുമോ, അതോ യമുന ആയിരിക്കുമോ, അതോ ശ്രീതു ആയിരിക്കുമോ, ആരായിരിക്കും? അല്ലെങ്കിൽ അൻസിബ ആയിരിക്കുമോ? ഒരു ഐഡിയ ഇല്ല അല്ലേ, ആരായിരിക്കും പുറത്താവുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ. സുരേഷ് ചേട്ടനാണെങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു കാലിബിൾ ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ മാതിരി കയറി വരുന്ന ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. ആൾക്കാരുടേതായ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലീസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ വോട്ടും ഭയങ്കര വാല്യുബിൾ ആണ്. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഗെയിം അറിയാവുന്നവരാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നാൽ പിന്നെ ഇയാൾ പോട്ടെ എന്ന് വിചാരിക്കരുത്. കാരണം അയാൾ മേ ബി ഞാൻ പറഞ്ഞ മാതിരി വരാൻ ചാൻസ് ഉണ്ട്, കയറി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ വോട്ട് ഭയങ്കര വാല്യുബിൾ ആണ്. അത് വാല്യുബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്ത് വോട്ട് ചെയ്യുക. സുരേഷ് ചേട്ടനാവാം ഔട്ടാവുന്നത്, അതല്ലെങ്കിൽ യമുന ചേച്ചി ആവാം, അതല്ലെങ്കിൽ ഇപ്പം ശ്രീതു ആവാം. ആരായിരിക്കും? വെയിറ്റ് ചെയ്യാം.